1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800800 നിങ്ങൾ എത്തിയോ? കണ്ണേട്ടന് ഉറങ്ങിയില്ലേ? വരുമെന്ന് പറഞ്ഞോണ്ട് ഉറങ്ങിയില്ല. എന്തായി കാര്യങ്ങളൊക്കെ? ഗംഭീരായി. ഒരുത്തന്റെ കാറ്റ് പോയിട്ടുണ്ട്. കാറ്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ അവൻ ഏതാണ്ട് മരിച്ച അവസ്ഥയിലാ പ്രേതത്തെ കണ്ടിട്ട്. അവന്റെ വീട്ടിൽ പോയോ? ആ പോയി. അവൻ എന്നെ കണ്ട് 8 നാടും പൊട്ടയാ നിലവിളിച്ചത്. അതിന്റെ കൂട്ടത്തിലെ മാർക്കോ അവന്റെ തലക്കിട്ട് ഒരു അടിയും കൊടുത്തു. ഇപ്പൊ എന്തായി അവസ്ഥ എന്നറിയില്ല. മാർക്കോയുടെ ബുദ്ധി സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം മഹാലക്ഷ്മി ജീവനോടെ ഇല്ല എന്നൊരു സീൻ ഉണ്ടാക്കിയതുകൊണ്ട് ഇത് നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇപ്പൊ എല്ലാരും ഒന്ന് ഭയന്നിരിക്കേ. ഇനി മന്ത്രവാദം ജ്യോതിഷമൊക്കെ നോക്കട്ടെ. അങ്ങനെ കുറച്ച് പൈസ കളയട്ടെ. ഇതൊരു പിള്ളേർ കളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആദ്യം എന്തിനാ ഇതൊക്കെയെന്നായിരുന്നു എന്റെ ചിന്ത. ഇയാൾക്ക് നല്ല ആശങ്ക ഉണ്ടായിരുന്നല്ലോ ഇങ്ങനൊരു നാടകം കളിക്കുന്നതില്. പക്ഷേ ഇപ്പോഴതിന്റെ ഗുണം മനസ്സിലായോ? 2 ദിവസമല്ല, കുറച്ച് ദിവസം ഈ രീതിയിൽ തള്ളി നീക്കിയാലും കുഴപ്പമില്ലെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ഇതെല്ലാ അർത്ഥത്തിലും വർക്കൗട്ടായത് പോലീസ് എല്ലാ വീട്ടിലും പോയതുകൊണ്ടാ. പോലീസുകാരെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ആ SIക്ക് വിവരങ്ങളെല്ലാം അറിയാവുന്ന. മാർക്കോ പല രീതിയിലും ആ SI സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംഭവങ്ങളൊക്കെ അങ്ങേര് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് കണ്ണടയ്ക്കും. അതുകൊണ്ടാണ് മാർക്കോ പറഞ്ഞത് പോലീസ് വാഹനത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് സഞ്ചരിച്ചാലും SIയുടെ ഭാഗത്തുനിന്നോ പോലീസുകാരുടെ ഭാഗത്തുനിന്നോ ഒരു ശല്യം ഉണ്ടാവില്ല എന്ന്. കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായ സ്ഥിതിക്ക് ഇനി അഭിനയം തകർത്തോ? ഈ വേഷമൊന്നും മാറിയിട്ട് വെള്ളയാക്കായിരുന്നു. ആ കാലമൊക്കെ പോയില്ലേ കാണാൻ. മഹാലക്ഷ്മിയെ ചിതയിൽ വെച്ചെന്ന് അവർ വിശ്വസിക്കുന്ന ദിവസം ഏതു സാരിയാണോ മഹാലക്ഷ്മി ഉടുത്തിരുന്നത് അതേ സാരി തന്നെയാണ് ഇപ്പോഴും മഹാലക്ഷ്മിയുടെ ശരീരത്തിൽ വേണ്ടത്. അതുകൊണ്ടല്ലേ മാർക്കോ അതേപോലൊരു സാരി എനിക്ക് വാങ്ങിക്കൊണ്ടു തന്നത്. ഈ മേഘന്റെ വീട്ടില് CCTV ഇല്ല. അതുകൊണ്ട് തന്നെ ക്യാമറയിലൊന്നും പതിവൊന്നും പേടിക്കാൻ വേണ്ട. നിന്നെ കണ്ടാലും പ്രശ്നമാകും. അതുപോലെ തന്നെ മാർക്കോയെ കണ്ടാലും സംശയം തോന്നും. ക്യാമറ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ മാർക്കോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അതൊക്കെ അവൻ നേരത്തെ നോക്കി വെച്ചിട്ടാണല്ലോ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത്. അല്ല അവനോടെ പുറത്തു നിൽക്കുക, ഇങ്ങോട്ട് വന്നില്ല. എന്നാ പിന്നെ രണ്ടാളും തമ്മിൽ സ്നേഹിക്ക്. കുറച്ചായില്ലേ കാണാതിരുന്നിട്ട്. എടാ അവൻ എന്നെയും കാത്തു നിൽക്കുക. ഞാൻ പോയിട്ട് വരാം. അവനെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. നാളെ വരാനും പറ. ശരി മായി, പോയിട്ട് വരാം. ശരിടാ. ഇനിയിപ്പോ ഞാൻ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവര് കണ്ണേട്ടനെ ശല്യം ചെയ്യാൻ വരില്ല. പക്ഷെ വരും, ചിലപ്പോ സിമ്പതി രേഖപ്പെടുത്താൻ. ആൾക്കാരുടെ ഓരോരോ സ്വഭാവം ഞാൻ ഓർക്കുക. നമുക്കിടയിലുള്ള നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ നമ്മളിങ്ങനെ മരിച്ചു ജീവിക്കണം. താൻ പോയി, ഇനി ഞാനൊരു കല്യാണം കഴിക്കില്ല. അതാണ് ഇപ്പൊ നമ്മുടെ ശത്രുക്കളുടെ ആത്മവിശ്വാസം. കണ്ണേട്ടൻ ഞാൻ പോയി കഴിഞ്ഞാലും ഒരു കല്യാണം കഴിക്കില്ല എന്നറിയാം. ഇനിയൊരു പക്ഷേ അങ്ങനെ കഴിക്കാൻ തീരുമാനിച്ചാലും അവരാരും സമ്മതിക്കില്ല. ബന്ധം ആലോചിച്ചിട്ട് അത് മുടക്കും. അത് ശരിയാ. ഒരിക്കൽ പറ്റിയ അബദ്ധം ഇനി ഏതായാലും ആവർത്തിക്കില്ല. അവിടെയാണ് അവരുടെ എല്ലാം പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കേണ്ടത്. ഇനിയിപ്പോ ഏതായാലും കണ്ണേട്ടനെ ആരും ശല്യം ചെയ്യാത്തതുകൊണ്ട് ഇത്തവണ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കിയിട്ട് പോവാം. കർക്കിടകമല്ലേ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ദിവസം കിടക്കണമെന്നാ തോമസ് സാർ പറയുന്നത്. പിന്നെ ഇമ്പ്രൂവ്മെന്റും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കിടന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ താൻ കൂടി ഇപ്പൊ ഫിനാൻസിയേഴ്സിൽ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെ നടക്കുമെന്ന് അറിയില്ല. ഞാൻ മാനേജറോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാം നോക്കാൻ. തൽക്കാലം അങ്ങനെ പോട്ടെ. ഈ നാടകത്തിനൊരു ക്ലൈമാക്സ് ഉണ്ട്. അതുവരെ നമ്മുടെ ശത്രുക്കൾ ശരിക്കും സന്തോഷിച്ചോട്ടെ. അതിലൊന്നിലും എനിക്ക് പൊട്ടും വേദനയില്ല. എന്നുവെച്ചാ എന്റെ ചിത കത്തിയെറിയുന്ന സമയത്ത് അവിടെ നിന്ന് ചിരിക്കുന്ന കരുണയുടെ അച്ഛന്റെയും മേഘനാഥന്റെയും വികൃതമായ ചിരിയാ ഞാൻ കണ്ടത്. അത് മൊബൈലിൽ മാർക്കോ പകർത്തിയിട്ട് എന്നെ കാണിച്ചതാ. അതൊന്നും മനസ്സിൽ നിന്ന് പോവാത്തിടത്തോളം കാലം ഇനി എനിക്കും ലവലേശം പോലും സഹതാപമില്ല ഒന്നിനോടും.